ൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി, എന്നാലും എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകിയാലും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. രാത്രിയിൽ കുട്ടികളെ മൈലാഞ്ചിടലും അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ലേശം പൂത്തിരിയൊക്കെ കത്തിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ വന്ന് കിടന്നപ്പോൾ കുറേ സമയമായി. ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ്. പിന്നെ രാവിലത്തെ കുറേ പണിയൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു വെച്ചിരുന്നു. ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതെല്ലാം പിന്നെ അകം അടിച്ചൊക്കെ വാരിയിട്ടിരുന്നു. പിന്നെ തുടക്കാൻ മാത്രമേ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. അത് രാവിലെ നീച്ചെങ്ങനെ ആദ്യം തുടച്ചിടുക ചെയ്തത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ കറിയും വെള്ളപ്പവുമാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പത്തിനുള്ള മാവ് തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിരുന്നു. ഇത് അത്യാവശ്യം നന്നായൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. വെള്ളപ്പത്തിനൊക്കെ ഇങ്ങനെ മാവ് അരച്ച് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ അതിനൊരു പാത്രം മാവ് എടുത്ത് മാറ്റി വെക്കും. 2 ദിവസത്തിനുള്ളതൊക്കെ ഒന്നിച്ച് അരച്ച് വെക്കലാണ് സാധാരണ ചെയ്യൽ. അത് നല്ല ഒരു അടപ്പുള്ള പാത്രത്തിൽ മാറ്റി വെക്കും. വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ തന്നെ ബിരിയാണിക്കുള്ള കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ വെച്ചതായിരുന്നു. ഇനി കട്ട് ചെയ്ത് എടുത്താൽ മതി. ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും റെഡിയാക്കിയിട്ട് ബിരിയാണി റെഡിയാക്കി എടുക്കുകയാണ്. ഈ ദിവസം തന്നെ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും കഴുകി ക്ലീനാക്കി വെച്ചിരുന്നു. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിരുന്നു. അപ്പോഴേക്കും ഇതാ ചെറുപയറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വറവിടുകയാണ്. വെള്ളപ്പം മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടത് ആയവർ കുട്ടികളെ കഴിക്കുന്നുണ്ട്. പള്ളിയിൽ പോകാനുള്ളവരൊക്കെ അതിൽ തന്നെ കഴിക്കുന്നുണ്ട്. ചായക്ക് റെഡിയായി. ഇനി ബിരിയാണി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യാണ്. ഇതിൻ്റെ ഇടയിൽ പല ഇതിനും വേണ്ടിയിട്ട് കിച്ചണിൽ നിന്ന് പോകണമൊക്കെ ഉണ്ട്. അതൊന്നും കാണിക്കണില്ല. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർ ഓരോ കാര്യത്തിന് എന്നെ വിളിക്കണോ പറയണമൊക്കെ ഉണ്ട്. തലേ ദിവസം തന്നെ മക്കളെ ഡ്രസ്സും അതുപോലെ തന്നെ പല ഫാൻസി ഐറ്റംസും എല്ലാ സാധനങ്ങളും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അതൊക്കെ സമയം വഴുകുമല്ലോ വിചാരിച്ചിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇതാണ് അവരുടെ ഡ്രസ്സ്. ഇതിലെല്ലാവരും ഡ്രസ്സുണ്ട്. പക്ഷെ മൂത്ത മോൻ്റെ അബിൻ്റെ ഡ്രസ്സ് മാത്രമില്ല. അത് പിന്നെ അവന് സ്വന്തമായിട്ട് ഇടാനും വെക്കാനൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അവൻ്റെ കയ്യിൽ തന്നെയാണ്. ബാക്കി എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ്. അബി പള്ളിയിലൊക്കെ പോയപ്പോഴത്തേന് മറ്റുള്ള എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അതിൻ്റെ ഇടയിലായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അവർ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്കും ബിരിയാണിയൊക്കെ റെഡിയായിരുന്നു. 9 മണിയായപ്പോഴത്തേന് പണികളെല്ലാം കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പിന്നെ ചോറൊക്കെ തിന്നത്. ചോറൊക്കെ തിന്നൊരു ഉച്ചയാകുമ്പോൾ പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോന്നു. വൈകുന്നേരം തിരിച്ചു പോരുകയും ചെയ്തു.